പിന്നെ നമുക്കിന്ന് ഈ വീട്ടിലുണ്ടായ വേസ്റ്റ് എടുത്ത് ഇത് കളയുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കതവ് പൂട്ടുന്നില്ല, പെട്ടെന്ന് പോയിട്ട് വരാനുള്ളതാണ്. ഇന്ന് ഞാൻ ഒരു ഗ്ലിസറിനും റോസ് വാട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ മഞ്ഞല്ലേ പൊരിയുന്നതിന് തേക്കാനായിട്ട്. അപ്പം നമ്മളെവിടെയാണ് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ പോലെ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നത് വൈൽഡ് ബെറീസിലാണ്. അപ്പം അവിടെ പോയിട്ട് സാധാരണയിൽ നമ്മുടെ വീട്ടിൽ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാണ് നമുക്ക് തരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ തരത്തില്ല. ഇവിടെ ഓരോ കളക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കളക്റ്റിംഗ് പോയിൻറ്റ്സിൽ ഇപ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ കളക്റ്റിംഗ് പോയിൻറ്റ്സ് കാണും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യണം, കളക്ട് ചെയ്തുകൊണ്ട് വരേണ്ടതുണ്ട്. നമ്മൾ ഹോസ്റ്റലിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇത് നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്, കാണാൻ പറ്റും. ഒരാൾ നടന്നു വരുന്നുണ്ട്. നന്നായിട്ട് മഞ്ഞ് പൊഴിയുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ മുഖത്തെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഫ്ലിപ്കാർട്ട് ആമസോൺ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കളക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കളക്റ്റിംഗ് പോയിൻറ്റ്സിൽ ചെന്നിട്ടാണ് നമ്മൾ ഈ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാഴ്ചകളും കണ്ടുകൊണ്ട് പോകാം. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തണുപ്പായതുകൊണ്ട് കൈ വർക്ക് ചെയ്യുന്നില്ല. -1 ഡിഗ്രിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. -1 ഡിഗ്രി മഞ്ഞ് പെയ്യുന്ന മനുകളാണ് മകരമാസപ്പെണ്ണ. അത് തന്നെ കാര്യം. പക്ഷെ -1 ഇവിടുത്തെ കുറഞ്ഞ മീൻസ് വലിയ തണുപ്പല്ല ഇവിടുത്തെ. ഞാനൊരു സത്യം പറയട്ടെ, ഈ -1 എനിക്ക് ചൂടെടുക്കുക. ഞാൻ കണ്ടോ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല. ചൂടെടുക്കുകയാണെങ്കിൽ ജാക്കറ്റ് ഊരിട്ട് നടന്നു. ജാക്കറ്റ് എനിക്ക് ചൂടാണ് എടുക്കുന്നത്. ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കാം. നമ്മുടെ ഹോസ്റ്റലിൻ്റെ വെളിയിൽ സാധാരണ രീതിയിൽ നേരത്തെയൊക്കെ ഇതേപോലെ വേസ്റ്റ് ഇടുന്ന ഒരു പെട്ടി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവർ ദിവസവും വന്നത് കളക്ട് ചെയ്തുകൊണ്ട് പോകും. ചില സമയത്ത് രാവിലെ തന്നെ വരും. ഇപ്പോൾ അവരവിടെ നിന്നിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശകലം ദൂരം നടന്നിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കളയാൻ. ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇവിടുത്തെ നോക്കിയേ, ഈ റോഡ് നോക്കിയേ, നല്ല വൃത്തിയായിട്ട് അവർ റെഡിയാക്കിയിട്ടിട്ടില്ലേ. ഇത് തന്നെത്താൻ ഇങ്ങനെ ആവത്തില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം. നമുക്ക് അവിടെ ഇവിടെ രാവിലെ 6 മണിക്ക് വരെ തുടങ്ങുന്ന പരിപാടിയാണ്. മഞ്ഞ് കോരുന്ന ആൾക്കാരെ കാണാം. ഇപ്പം തന്നെ ഈ കോമ്പൗണ്ടിനകത്ത് 3 പേര് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് മഞ്ഞ് കോരുന്ന കാണാം. എവിടെ നോക്കിയേ, ആ ഷവല് അതും മഞ്ഞ് കോരാനാണ് സമയം. രാവിലെ 6 മണിക്ക് തുടങ്ങി ഇവർക്ക് വർക്ക് ഒരു 7 മണി വരെ കാണും. മണിക്കൂറിനാണ് സാലറി. കണ്ടോ ഇവിടുത്തെ ഈ പുള്ളിക്കാരൻ നോക്കി, ഇവരെല്ലാം മഞ്ഞ് കോരുന്ന ആൾക്കാരാണ്. കണ്ടോ അങ്ങനെ ഞാനും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ വേസ്റ്റ് കൊണ്ട് ഇടുന്ന വേസ്റ്റ് ബാസ്കറ്റ്. ഇനി നമുക്ക് നേരെ നമ്മളുടെ സ്ഥലത്തോട്ട് പോകാം.
സൂക്ഷിച്ച്. ഇപ്പോൾ വീണ് കല്ലൊക്കെ പോയി. ആകപ്പാടെ ആ പല്ലേ ഉള്ളൂ. നൊഹറാനില്ല. നൊഹ്റാൻ സെക്യൂരിറ്റിക്ക് പറയുന്ന പേരാണ് നൊഹ്റാൻ. ചെറിയ സ്ലിപ്പറിയാണ്. എനിക്ക് കട്ടായിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ നടക്കാൻ എളുപ്പമായിരുന്നു. ഇന്നിപ്പോൾ എളുപ്പമായിരുന്നു. നമുക്ക് ഈ സാധനം എടുത്തുകൊണ്ട് പോയി തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് വേണം ഇനി ഇന്നത്തെ ക്ലാസ്സിന് പോകാം. ഇന്നത്തെ ക്ലാസ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അവിടെ എല്ലാം ആ ചെടിയുണ്ട്, ഒരു വെള്ള ചെടി കൊണ്ട് ഇരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ടോ തുറക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം തുറക്കാൻ. ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഹോസ്റ്റലിൽ അവിടെ പോയിരുന്നവരെയാണ് കണ്ടത്. അതുപോലെ തന്നെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ ഇതൊരു ഇതാണ് അപ്പാർട്ട്മെന്റ്. അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ട് കുത്തി എടുത്തോണ്ട്. പിന്നെ ഇവിടെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഒരു ഹാഫ് ആൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഹാഫ് അവേഴ്സ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വണ്ടി എടുത്തോട്ട് പോവുക. അപ്പോൾ അങ്ങനെ 2-3 വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ. ഒരു കൊച്ചാട്ടോ അതിനൊരു പട്ടിക്കുട്ടി ചട്ടി നേരത്തെ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന വൈൽഡ് ബെറീസ് ആണ്. അതേപോലെ വേറൊരു സാധനമാണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. നമ്മളിവിടുന്ന് വാങ്ങാറില്ല. നമ്മൾ വൈൽഡ് ബെറീസ് വാങ്ങിച്ച് വൈൽഡ് ബെറീസിൻ്റെ കസ്റ്റമർ ആയതുകൊണ്ട് നമ്മൾ അവിടെ വാങ്ങിക്കുന്നത്. ആ കാണുന്നതാണ് വൈൽഡ് ബെറി. ഈ വൈൽഡ് ബെറി എന്ന് പറഞ്ഞാൽ എല്ലാ എന്താ പറയുക സ്റ്റോപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം. മിക്ക ബസ് നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകൾ, അതായത് എല്ലാ സിറ്റികളിലും അവിടെ എന്തായിരിക്കും ഓരോരോ വൈൽഡ് ബെറിയുടെയും ഓസോണിൻ്റെയും ഒരു കഴ കാണും. ഇവിടെ നിന്നാണ് ആൾക്കാർ വന്നിട്ട് സാധനം എടുക്കാൻ. നമ്മുടേത് ഇവിടെയാണ്, അതുകൊണ്ട് നമ്മുടെ സാധനം ഇവിടെ ആയിരുന്നു വരുന്നത്. കാരണം ഇവിടെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. കൊണ്ട് രാവിലെ 10 മണി വരെ. ഫോൺ തരാമോ? വയലറ്റ് മയം. നമ്മളിത് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അവരവിടെ സാധനം എടുത്തുകൊണ്ട് നമുക്ക് തരും. ചെറുതാണ്. നമ്മൾ സാധാരണ പൊട്ടിച്ച് നോക്കിയിട്ടാണ് പോകുന്നത്. ബട്ട് ഇന്ന് പൊട്ടിച്ച് നോക്കുന്നില്ല. ടൈമിൽ വീട്ടിൽ ചെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് നോക്കാം.
ഈ നടന്ന വഴികളെല്ലാം തിരിച്ച് നടക്കണം. മീൻ അടച്ചിടണം കേട്ടോ. അച്ഛേ നടന്ന് ഈ സ്റ്റോപ്പിൽ തന്നെ വരണം. ഇപ്പം നമ്മൾ നടന്ന് അത്രയും ദൂരം തന്നെ നമ്മൾ തിരിച്ച് നടന്ന് ഇവിടെ വെക്കാം. ഇവിടാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. കവറുണ്ട് വീട്ടിൽ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി പോയ ബാഗ് എടുത്തിട്ട് ടൈമില്ല പോവാണ്. ബസ്സാണ്. ഇതേപോലെ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾക്ക് പോകാൻ പറ്റുന്ന 1, 6, 60, 42, 44 അങ്ങനെയുള്ള കുറേ ബസ്സുകളാണ് പോകുന്നത്. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റി പോകുന്ന ബസ്സാണ്. നമ്മൾ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരും. ഇവിടെ ബസ്സിന് പേരല്ല, നമ്പേഴ്സാണ്. പിന്നെ എവിടെ പോയാലും 40 രൂപയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ തിരിച്ച് അവിടെ വന്നാണ് ഇറങ്ങുന്നത്. ആ ബസ് നിർത്തിയില്ലേ, 1-ാം നമ്പർ ബസ് നിർത്തിയ ആ സ്ഥലത്താണ് നമ്മൾ തിരിച്ച് വന്നിറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലോട്ട് നടന്നു പോകും. അപ്പം നമുക്ക് പോകാൻ നേരത്ത് നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ വരാൻ നേരത്ത് അവിടെ വന്ന് നമുക്ക് ക്രോസ് ഒന്നും ചെയ്യണ്ട, നേരെ നമുക്ക് അങ്ങ് പോകാൻ പറ്റും. പിന്നെ ആണെങ്കിൽ ഇവിടെ ബസ്സുകളിൽ നമ്മൾ സ്ഥലപ്പേര് പറയണ്ട, ഇന്നടത്തേക്ക് ഒരു ടിക്കറ്റ് അങ്ങനെയൊന്നും പറയണ്ട. വേണ്ടല്ലോ, അടുത്ത നമുക്കിപ്പോൾ നടക്കാനുള്ള സമയമായിരുന്നു. നോക്കിയേ, സമയം കഴിഞ്ഞ് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതെല്ലാം 6 സെക്കൻഡ്സ് ആണല്ലോ, 4 സെക്കൻഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പേഴ്സ് ഓർത്തിരുന്ന നമ്പർ കയറുക, ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ ഇറങ്ങുക. എവിടെയാണെങ്കിലും 40 രൂപ കൊടുക്കുക. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെങ്കിൽ, തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെങ്കിൽ 40 രൂപ. ഒരു 5-6 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങണമെങ്കിൽ 40 രൂപ. ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങണമെങ്കിൽ 40 രൂപ. എവിടെ ഇറങ്ങണമെങ്കിൽ 40 രൂപയാണ്. നമ്മുടെ സ്റ്റോപ്പ് കണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അല്ലാതെ എൻ്റെ പേരൊന്നും നമ്മൾ പറയത്തില്ലേ, ഒരു കുമ്മിണി, ഒരു കക്ഷിക്കടവ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കയറി ഇരിക്കുക, പോവാം. പിന്നെ എത്ര ആൾക്കാർക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത്ര ആൾക്കാരുടെ എണ്ണം പറയണം. ഒന്നാണെങ്കിൽ അതിന്ന് പറയും, 2 പേർക്ക് എടുക്കുന്നതെങ്കിൽ ഇടുവാന്ന് പറയും, അങ്ങനെ പറയണം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്കൊരു 52 സെക്കൻഡ്സ് കൂടെ വെയിറ്റ് ചെയ്യണം. അവിടുത്തെ ബസ്സിനെല്ലാം ഒരേ നിറമാണ് കേട്ടോ. ആകെപ്പാടെ നമ്പറിൽ വ്യത്യാസമേ ഉള്ളൂ, ഒരേ നിറവും ഏകദേശം അതൊക്കെ ഉള്ളതല്ലേ. മീൻസ് അതൊരു പുതിയ വണ്ടി കേട്ടോ, ഇത് പഴയ വണ്ടി. ഇത് അവർ അപ്ഡേറ്റ് ചെയ്യും എല്ലാ വർഷവും. സമയമായിട്ടുണ്ട്. വയസ്സായ അമ്മച്ചിമാരൊക്കെ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്ന ഫോട്ടോ ഷൂട്ടല്ല, ജാക്കറ്റ്. ഇവിടെ എല്ലാ അമ്മച്ചിമാരും മഞ്ഞായ ജീൻസിൻ്റെ ഒപ്പം തന്നെ. ഏത് മഞ്ഞത്തും ഏത് ഇതിലും ബാക്കിയെല്ലാം ഉണങ്ങുമ്പോഴും ഉണങ്ങാൻ നിൽക്കുന്ന ഒരൊറ്റ സാധനമാണിത്. ഈ പ്ലീസ് ഉണങ്ങത്തില്ല, അവർ മാത്രമേ ഉള്ളൂ ഈ മഞ്ഞത്തും പച്ചപ്പിലൂടെ നിൽക്കുന്നത്. എല്ലാ അമ്മച്ചിമാരും ജീൻസും ടോപ്പൊക്കെ ആയിരിക്കും വിൻ്ററിലിടുക. സമ്മർ ആകുമ്പോൾ എല്ലാവരും ഉടുപ്പാണ്.
ഈ സാധനം കൊണ്ട് മഞ്ഞൊക്കെ മാറ്റിയിട്ടാണ് ഇവരെല്ലാം വണ്ടിയൊക്കെ ഓടിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചേട്ടനാണ് അല്ലേ? ഇതൊരു ഷവലാണ്. വീണ്ടും 2 ദിവസം മഞ്ഞൊക്കെ കുറഞ്ഞ് വന്നതായിരുന്നു. 1-ലേട്ടൊക്കെ കാലാവസ്ഥ വന്നതാണ്. ഇപ്പോൾ വീണ്ടും ഈ തണുപ്പ് കുറയുമ്പോഴാണ് മഞ്ഞ് വീഴാൻ തുടങ്ങുന്നത്. പൊടിയായിട്ട് ഉള്ള മഞ്ഞ് വീഴാൻ തുടങ്ങുന്നത് ഈ ശകലം തണുപ്പ് കുറയുമ്പോഴാണ്. ഉണ്ടോ നമ്മുടെ കാക്ക ഇരുന്ന് കരയുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ കാക്കകൾ സ്പെഷ്യൽ കാക്കകളാണ്. അങ്ങനെ നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. തണുപ്പായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ സ്മോക്കേഴ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ആ കാണുന്ന ആ കുഞ്ഞ് ആ സാധനം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ഏരിയയാണ്. ഇത് ഇവിടുത്തെ കാർപ്പൻ്ററാണ്. ആൾ നടന്നു പോവുകയാണ് അതിനകത്തോട്ട്. എൻ്റെ കൈ നന്നായിട്ട് മരവിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തണുപ്പില്ലെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് തണുത്തിട്ടെടുക്കാൻ വയ്യാത്ത ഹോസ്റ്റലിലെത്തി. ഇനി ഒരുങ്ങി ക്ലാസ്സിന് വീണ്ടും പോകണം. ഒരുങ്ങിയിരിക്കുകയാണ്. ബാഗ് എടുത്താൽ മതി. പ്രപ്പോസ്ക്ക് കാണിക്കണം. ചേച്ചി കാണിച്ചു വേണ്ട. അയാൾക്ക് പ്രപ്പോസ്ക്ക് കണ്ട ഇത് നമ്മുടെ ലോണ്ടറി റൂമാണ്. വാഷ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണാണ്. ദിവസം കിച്ചൻ്റെ വാഷിംഗ് റൂമിൻ്റെ തുണി അലക്കുന്നിടം കാണിച്ചത്. അങ്ങനെ നമ്മൾ നമ്മളുടെ 104ാമത്തെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇത് സനികയുടെ പേരാണ്, സ്കറിയ സനിക. ഇത് എൻ്റെ പേരാണ്, ദിവാകരൻ ദേവി. ഇവിടെ നമ്മുടെ അയൽവാസി ഒരു ദരിദ്രവാസി ക്രിസ്റ്റഫർ ജോഡ്സി താമസിക്കുന്ന വീടാണ്. സേ ഹായ്. ഓ ശരി, ബൈ ബൈ.